ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് കിരൺ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഇന്ന് നമ്മൾ പുതിയൊരു മോഡ്യൂളും പുതിയൊരു ബ്ലോക്കാണ് പഠിക്കുന്നത്. ബ്ലോക്കിന്റെ പേര് തിയറി ഓഫ് പ്രൈസ്. പ്രൈസിങ് എന്താണ്, പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇപ്പൊ പ്രൈസ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ കഴിഞ്ഞ ഒരു മൊഡ്യൂളിലൊക്കെ നമ്മൾ പഠിച്ചത് കോസ്റ്റ് ആയിരുന്നു. ഓക്കെ, കോസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോസ്റ്റ് എന്താണ്, കോസ്റ്റ് കർവുകൾ എന്താണ്, ഓരോ പീരീഡിലും കോസ്റ്റുകൾ എങ്ങനെയാണ് വരിക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈസുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ റവന്യൂമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എന്താണ്, എങ്ങനെയാണ് റവന്യൂ? നമ്മൾ ചെലവുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, പകരം എന്തുകൂടി പഠിക്കണം? റവന്യൂ, വരുമാനത്തെ പറ്റി നമ്മൾ പഠിക്കണം, റവന്യൂവിനെ പറ്റി നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ റവന്യൂമായി ബന്ധപ്പെട്ടിട്ട് ഇത് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഈ ഒരു മൊഡ്യൂളിനകത്ത് നമുക്ക് 5 യൂണിറ്റുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ഒരു യൂണിറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഇക്വിലിബ്രിയം എന്താണ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത്. പിന്നീട് വരുന്നതൊക്കെ മാർക്കറ്റ് സ്ട്രക്ചറുകളാണ്. ഒരുപാട് മാർക്കറ്റുകളുണ്ട്. മാർക്കറ്റുകൾ എന്ന് പറയുമ്പോൾ പേര് കൊണ്ടല്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റാത്ത, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഓരോ നമ്മൾ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട്, നമ്പർ ഓഫ് ബയേഴ്സിനനുസരിച്ചിട്ട്, നമ്പർ ഓഫ് സെല്ലേഴ്സിനനുസരിച്ചിട്ട്, നേച്ചർ ഓഫ് പ്രൊഡക്റ്റിനനുസരിച്ചിട്ട്, ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് അനുസരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ കുറച്ച് സ്ട്രക്ചറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ മാർക്കറ്റ് സ്ട്രക്ചറിലും പല തരത്തിലാണ് കോസ്റ്റുകൾ വരുന്നത്. ഓരോ മാർക്കറ്റ് സ്ട്രക്ചറിലും പല തരത്തിലാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വരുന്നത്. ഈ ഓരോ മാർക്കറ്റ് സ്ട്രക്ചറിലും ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് വരുന്നത് ഓരോ തരത്തിലാണ്. ഇതിനെല്ലാത്തിനും ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫേം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരിക എന്നുള്ളതും നമ്മൾ എവിടെ പഠിക്കണം? ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കണം. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് 4മായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു പ്രൈസ് തിയറിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഈ ഒരു വീഡിയോയിലാണ് മാർക്കറ്റുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. In economics, equilibrium is where supply meets demand, determining the market price and quantity. Prices fluctuate with changes in supply and demand. More demand or less supply pushes prices up and vice versa. Market structures vary. Perfect competition, monopoly, monopolistic competition, and oligopoly each affect pricing differently. Understanding price theory builds your foundation in economics. In economics, equilibrium is where supply meets demand, determining the market price and quantity. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം പറഞ്ഞെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരേപോലെ നിൽക്കുന്ന രണ്ട് ശക്തികൾ ഒന്നിച്ച് ഒരു പോയിന്റിലേക്ക് വരിക എന്നുള്ളതാണ് എന്തിൽ പറയാ? ഇക്വിലിബ്രിയത്തിൽ പറയാ. Prices fluctuate with changes in supply and demand. More demand or less supply pushes prices up and vice versa. Market structures vary. അതുപോലെ തന്നെ ഓരോന്നിന്റെയും കർവുകൾ എങ്ങനെയാണ് വരിക, പിന്നെ നമ്മുടെ മാർക്കറ്റിനനുസരിച്ചിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ, മൊണോപ്പൊളി ആണോ, മൊണോപ്പൊളിസ്റ്റിക് ആണോ, ഒളിഗോപ്പൊളി ആണോ, അങ്ങനെ ഓരോ സ്ട്രക്ചറുകൾ നമ്മുടെ മാർക്കറ്റിൽ ഓരോ സ്ട്രക്ചറുകൾ competition, monopoly, monopolistic competition, and oligopoly each affect pricing differently. പിന്നെ Understanding price theory builds your foundation in economics. മാർക്കറ്റിനെ പറ്റിയിട്ട് അറിയുക എന്നുള്ളതും പ്രൈസിങ്ങിനെ പറ്റി, പ്രൈസ് തിയറിനെ പറ്റിയിട്ട് അറിയുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മാർക്കറ്റിലും ഓരോ സ്ട്രാറ്റജീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ മാർക്കറ്റിലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റിലൊക്കെ വന്നിട്ടുള്ള ഓരോ In economics, equilibrium is where supply meets demand, determining the market price and quantity. പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ മാറി വരാറുണ്ട്. അപ്പോ നമ്മളിവിടെ പറയാണ്, ഇതില് 12ാമത്തെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം എന്താണ്, അതുപോലെ തന്നെ കോൺസെപ്റ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇക്വിലിബ്രിയം എന്നുള്ളത് നോക്കാം. പിന്നെ നമ്മളിപ്പോ പറഞ്ഞതിന് ഒപ്പം തന്നെ
അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് മാർക്കറ്റുകളെ പഠിക്കുമെന്ന് പറഞ്ഞു. മാർക്കറ്റുകൾ പഠിക്കുമ്പോൾ ചില മാർക്കറ്റുകൾ എല്ലാ കാലത്തും ലോങ് പീരീഡിൽ മാത്രം നിൽക്കുന്ന മാർക്കറ്റുകളുണ്ട്. ചില മാർക്കറ്റുകൾ എല്ലാ സമയത്തും ഷോർട്ട് പീരീഡിൽ മാത്രം നിൽക്കുന്ന മാർക്കറ്റുകളുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സെല്ലേഴ്സിന് അടിസ്ഥാനത്തിൽ ഒരാൾ മാത്രം പ്രൊഡക്റ്റ് വിൽക്കുന്ന മാർക്കറ്റുകളുണ്ട്. ഒരുപാട് ആളുകൾ മാർക്കറ്റ് വിൽക്കുന്ന മാർക്കറ്റുകളുണ്ട്. പിന്നെ ഒരു ബയ്യർ, ഒന്നോ രണ്ടോ ബയ്യർ മാത്രമുള്ള മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റുകളെ നമ്മൾ മനസ്സിലാക്കണം. ഓരോ മാർക്കറ്റുകൾ മനസ്സിലാക്കിയാൽ ഇക്വിലിബ്രിയം എങ്ങനെയാണെന്ന് വരിക മനസ്സിലാക്കുക. പിന്നെ ഈ ഓരോ മാർക്കറ്റിലും എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, പ്രൈസ് ഡിറ്റർമിനേഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ട്, മൊണോപ്പൊളി എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, ഒളിഗോപ്പൊളി ഉണ്ട്, ഡുവോപ്പൊളി ഉണ്ട്, അങ്ങനെ കുറച്ചധികം മാർക്കറ്റ് സ്ട്രക്ചറുകൾ ഉണ്ട്. ഈ മാർക്കറ്റ് സ്ട്രക്ചറിൽ ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരിക, അവർക്ക് എങ്ങനെയാണ് ഓരോ പീരീഡിലും പ്രോഫിറ്റ് കിട്ടുന്നത്. ചില ആൾക്കാർക്ക് എല്ലാ സമയത്തും നോർമൽ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക, ചില ആൾക്കാർക്ക് അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും, ചില ആൾക്കാർ ഇക്വിലിബ്രിയം ജസ്റ്റ് ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് മാത്രം, പ്രോഫിറ്റും ഇല്ലാതെ ലോസും ഇല്ലാതെ നമ്മൾ നിലനിൽക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ മാർക്കറ്റിനെയും നമ്മൾ പഠിക്കണം. അവരൊക്കെ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലാവുന്നതെന്ന് പഠിക്കണം. ഇത് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്കണോമിക് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് മാർക്കറ്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് നമ്മൾ പഠിക്കണം. ഈ ഓരോ പ്രൊഡക്റ്റിലും ഏതൊക്കെ സമയത്താണ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, ഇതിനെങ്ങനെയൊക്കെ റവന്യൂ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഈ ഡിമാൻഡ് സപ്ലൈ എങ്ങനെയൊക്കെ നമുക്ക് ഒരു അഡ്വാൻറ്റേജസ് ആവുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ മീറ്റ് ചെയ്യിക്കാൻ കഴിയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അതിനെ പറ്റിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഈ തിയറി ഓഫ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസ് ചെയ്യുന്നത് എന്തിന്റെ മേലെയാണ്? ഈ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന്റെ മേലെയാണ് മക്കളെ. പ്രൈസ് സെറ്റ് ചെയ്താലാണ് നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണോ നോർമൽ പ്രോഫിറ്റ് ആണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈവൻ ബ്രേക്ക് ഈവൻ പോയിന്റ്, പ്രോഫിറ്റും ലോസും ഇല്ലാത്തൊരു സമയം നമുക്ക് വരും. ഇതൊക്കെ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഏത് മാർക്കറ്റിലാണ് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മൊഡ്യൂളിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇക്വിലിബ്രിയം ആണ് പഠിക്കുന്നത്, കോൺസെപ്റ്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ കണ്ടീഷൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ലാസ്റ്റിൽ നമ്മൾ ഓരോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വെച്ച് പോവാം. ഓരോ ഏതൊക്കെ തരം മാർക്കറ്റിലാണുള്ളത്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കാണ് വെച്ചിട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക്. ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്ന്. ഫസ്റ്റത്തെ കാര്യം ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, എന്താന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ മോണിറ്ററി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞെങ്കിൽ എന്താ, ഇക്വിലിബ്രിയത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ നമ്മൾ പറയുന്നതാണ് മോണിറ്ററി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഈ എന്താ പറയാ, ഇക്വിലിബ്രിയത്തിന് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ പർപ്പസുകൾക്ക് അനുസരിച്ചിട്ട്, ഓരോ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചിട്ട്, അതെല്ലാം അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഷോർട്ട് ടേം ഇക്വിലിബ്രിയം ആൻഡ് ലോങ് ടേം ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ മൈക്രോ ആൻഡ് മാക്രോ ഇക്വിലിബ്രിയം, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ട് ഇക്വിലിബ്രിയത്തിനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, ഒരു മാർക്കറ്റ് പറഞ്ഞെങ്കിൽ എന്താണ്, അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ്, പിന്നെ ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് മാർക്കറ്റ് സ്ട്രക്ചറുകൾ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് പഠിക്കാൻ പോകുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നത് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കുന്നത്. ആദ്യം തന്നെ ഇക്വിലിബ്രിയം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇക്വിലിബ്രിയം എന്താണ് എന്നുള്ളത്. ഇക്വിലിബ്രിയം ഈസ് എ സിറ്റുവേഷൻ വേർ ഓപ്പോസിംഗ് ഫോഴ്സസ് ബാലൻസ് ഈച്ച് അതർ. എതിർ ദിശയിൽ നിൽക്കുന്ന, ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് ഒരു പോയിന്റിൽ ഒന്ന് ബാലൻസ് ചെയ്യും. നിർബന്ധമായിട്ടും ബാലൻസ് ചെയ്യണോ,
അങ്ങനെ ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിമാൻഡും സപ്ലൈയും കൂടിയിട്ടാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന രണ്ട് സാധനങ്ങൾ വന്നിട്ട് എന്താ പറയുക ബാലൻസ് ചെയ്തു, ഇങ്ങനെ വന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ബാലൻസ് ചെയ്യുന്ന കോൺസെപ്റ്റിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയത്തിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ സിസ്റ്റം ഈസ് ഐദർ സ്റ്റേബിൾ ഓർ മൂവിങ് സ്റ്റഡിലി. അപ്പൊ ഒന്നുകിൽ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു മൂവിങ് ആയിട്ടുള്ള എലമെന്റുകളായിരിക്കും. എന്തായാലും മൂവിങ് ആയാലും സ്റ്റഡിലി ആയിട്ടുള്ള എലിമെന്റ്സ് ആയാലും ഈ ഫാക്ടേഴ്സ് വന്നിട്ട് ബാലൻസ് ആവുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഇക്വിലിബ്രിയം എന്ന് പറയാ. ഇൻ എക്കണോമിക്സ് ഇക്വിലിബ്രിയം ഡോണ്ട് മീൻ നത്തിങ് ചേഞ്ചസ്. ഇറ്റ് മീൻസ് ഇഫ് there are any imbalance the system naturally work to correct it and return to balance. അപ്പൊ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെർട്ടിക്കുലർലി എക്കണോമിക്സിൽ പറയുന്നത് എന്താണ്, എക്കണോമിക്സിൽ പറയുന്നത് എലമെന്റ്സ് മാറിയാലും ഇല്ല എന്നുണ്ടെങ്കിലും അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനൊരു ബാലൻസിലേക്ക് എത്തിക്കണം. അങ്ങനത്തെ ഒരു ബാലൻസിലേക്ക് എത്തിക്കുന്ന ഒരു കോൺസെപ്റ്റിനെയും കൂടി നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇഫ് സപ്ലൈ ഈസ് മോർ ദാൻ ഡിമാൻഡ് പ്രൈസ് വിൽ ഫാൾ ആൻഡ് പ്രൊഡ്യൂസർ വിൽ റെഡ്യൂസ് ദെയർ ഔട്ട്പുട്ട് ടു അവോയ്ഡ് ലോസ്. അപ്പോൾ ഡിമാൻഡ് മാറുന്നതിനനുസരിച്ചിട്ട് പ്രൈസ് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആവും, സപ്ലൈ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആവും. ഇഫ് ഡിമാൻഡ് ഈസ് മോർ ദാൻ സപ്ലൈ പ്രൈസ് വിൽ റൈസ് എൻകറേജിങ് മോർ പ്രൊഡക്ഷൻ. സോ ഇൻ ജനറൽ ദ മാർക്കറ്റ് റൈസ് ടു ഈച്ച് മാർക്കറ്റ് ട്രൈ ടു റീച്ച് എ ബാലൻസ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ഈ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ഡിമാൻഡ് കൂടിയാലും കുറഞ്ഞാലും അവിടെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് ഒരു നോർമൽ പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു നോർമൽ പ്രൊസീജിയർ വഴി എന്താവും, ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിപ്പെടും. അതാണ് നമ്മൾ എന്ത് പറയാ, ഒരു ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയേണ്ടത് ബാലൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. രണ്ട് ഫാക്ടേഴ്സ് എന്തോ ആയിക്കോട്ടെ, അപ്പൊ മാർക്കറ്റിൽ ഒരേ ഫോഴ്സിൽ നിൽക്കുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഈ രണ്ട് ഫാക്ടേഴ്സ് ഒരു ബാലൻസിലേക്ക് എത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എവിടെ പറയേണ്ടത്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനകത്ത് നമ്മൾ പറയേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി മോണിറ്ററി ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മോണിറ്ററി ഇക്വിലിബ്രിയം എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ എക്കണോമിക് സിറ്റുവേഷൻ where the balance between demand and supply achieved without changing the level of production. പ്രൊഡക്ഷൻ നമ്മൾ മാറാതെ ഡിമാൻഡിനെയും അതുപോലെ തന്നെ സപ്ലൈനെയും മാർക്കറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യിക്കുക. അത് ബാലൻസിൽ വെക്കുക എന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് അർത്ഥത്തിലാണ്. ഈ ഡിമാൻഡും സപ്ലൈയും കൂടി ഒന്നിച്ച് ചേർന്നാൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്ത്, പ്രൈസ് എന്ന് പറയുന്നത്. ആ ബാലൻസ് ആവുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൈസ് എന്ന് പറയാ. അപ്പോ ഈ ഒരു പ്രൈസിലേക്ക് എത്തിക്കുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയാ. ഇൻ ദി കേസ് ഫേം ആർ അണേബിൾ ടു അഡ്ജസ്റ്റ് ദെയർ ഔട്ട്പുട്ട് ബിക്കോസ് ടൈം പീരീഡ് ഈസ് ടു ഷോർട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയാ, മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്നത്. ഡിമാൻഡ് സപ്ലൈയും കൂടി മീറ്റ് ചെയ്യുന്ന സാധനം മാർക്കറ്റിലാണ്. അപ്പൊ മാർക്കറ്റിൽ ഈ ഒരു സാധനം മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്ഷന്റെ മേലേക്ക് കളിക്കാൻ പറ്റില്ല. ഓക്കെ, പ്രൈസിന് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്ഷന്റെ മേലെ നമുക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് കാരണം. എന്താ വെച്ചാൽ പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ടാണ്. ഈ ഒരു ഷോർട്ട് പീരീഡിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, എനി ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആർ മെറ്റ് ബൈ അഡ്ജസ്റ്റിംഗ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഫ്രം എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഡിമാൻഡ് വരുന്നതിനനുസരിച്ചിട്ട് സപ്ലൈ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ഗുഡ്സ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ഗുഡ്സ് വെച്ചിട്ട് ശ്രദ്ധിക്കണേ, ഈ ഗുഡ്സ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ അവിടെ പറ്റുള്ളൂ. The price may fluctuate to balance demand and supply. Price ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് ടെമ്പററിലി, ബട്ട് പ്രൊഡക്ഷൻ ലെവൽ റിമെയിൻ ഫിക്സ്ഡ്. അപ്പൊ ടെമ്പററി ആയിട്ടുള്ള ഒരു സംഭവമാണ്, പ്രൊഡക്ഷൻ അവിടെ മാറുന്നൊന്നുമില്ല. എന്നാലും നമ്മുടെ മാർക്കറ്റിൽ നിൽക്കുന്ന ഡിമാൻഡ് ഫോഴ്സിനെയും നമ്മളുടെ സപ്ലൈ ഫോഴ്സിനെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു 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 ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇക്വിലിബ്രിയത്തിനകത്ത് പറയാനുള്ളത്. ഇങ്ങനെ
ഡിമാൻഡും സപ്ലൈയും കൂടി ചേർന്നിട്ട് മാർക്കറ്റിനെ ബാലൻസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ മോണിറ്ററി ഇക്വിലിബ്രിയം എന്ന് പറയാ. അതേ മോണിറ്ററി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ മോണിറ്ററി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു 2 ടേമുകൾ ഉണ്ട് ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ 2 ടേമുകൾ ഉണ്ട്. ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അപ്പൊ ഈ മോണിറ്ററി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഷോർട്ട് ടേമിനകത്തും ലോങ് ടേമിനകത്തും വരുന്ന 2 കാര്യങ്ങളാണ്. അപ്പൊ ഈ ഷോർട്ട് ടേം ഇക്വിലിബ്രിയം എന്നും പറയണം, നമ്മൾ ലോങ് ടേം ഇക്വിലിബ്രിയം എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം സെറ്റ് ചെയ്യണത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഡിമാൻഡ് സപ്ലൈ, അതിന് പ്രൊഡക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ,